അമേരിക്കയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പാകിസ്ഥാനെ പേരെടുത്ത് വിമർശിച്ച് രാജ്നാഥ് സിംഗ്. പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് രാജ്നാഥ് സിംഗ്. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഇന്നലെ രാജ്നാഥ് സിംഗുമായി സംസാരിച്ചിരുന്നു. മോദിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസും വ്യക്തമാക്കി. ഇതിന്റെയും വിശദാംശങ്ങളുമായി അർജുൻ തുടരുന്നുണ്ട്. അർജുൻ, എന്താണ് ഈ പ്രകോപനം ഉണ്ടാകുന്നതിന് പിന്നിലുള്ള ശക്തമായ തീവ്രവാദ ബന്ധത്തെ പറ്റിയും മറ്റും നേരത്തെ മുതൽ ഇന്ത്യ പറയുന്നതാണ്. അതിന് തെളിവുകളടക്കം സമർപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇന്ത്യയുടെ ഭാഗത്തുണ്ട്. ഇപ്പോഴിതാ പേരെടുത്തു പറഞ്ഞ് ഫോൺ സംഭാഷണത്തിലൂടെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഒരു കേന്ദ്രമന്ത്രി മറ്റൊരു വിദേശ രാജ്യവുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർ പാകിസ്ഥാൻ ബന്ധമുള്ളവരാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. അതുപോലെ പാകിസ്ഥാൻ നേരിട്ട് ഇതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാനെ പേരെടുത്ത് വിമർശിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഒരു വിദേശ രാജ്യവുമായി സംസാരിക്കുമ്പോൾ. അത്തരത്തിലൊരു സംഭാഷണം ഇന്നലെ പീറ്റ് ഹെഗ്സെത്തുമായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയിരുന്നു. ഈ ഇന്ത്യയുമായുള്ള തർക്കത്തിൽ അമേരിക്കയെ ഇടപെടാൻ, അല്ലെങ്കിൽ അമേരിക്കയോട് ഇടപെടാൻ നിരന്തരം ഇപ്പോൾ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഒരു യുദ്ധസമാന സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ട്രംപിനെ എല്ലാം മോദിയോട് സംസാരിക്കണമെന്നുള്ള കാര്യം അമേരിക്കയിലുള്ള പാകിസ്ഥാൻ അംബാസഡർ അടക്കം ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ, അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിരന്തരം ഫോൺ സംഭാഷണങ്ങൾ നടക്കുന്നതും പാകിസ്ഥാൻ്റെ പങ്ക് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. വിദേശകാര്യമന്ത്രി S ജയശങ്കറിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്, അതുപോലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. എന്തായാലും രാജ്നാഥ് സിംഗ് ആദ്യമായി ഒരു കേന്ദ്രമന്ത്രി ഒരു വിദേശ രാജ്യത്തോട്, അതും അമേരിക്കയോട് തന്നെ പാകിസ്ഥാനെ പേരെടുത്ത് വിമർശിച്ചിരിക്കുന്നു. നിരന്തരം ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, ഫണ്ട് ചെയ്യുന്നു. മാത്രമല്ല പാകിസ്ഥാനകത്ത് തന്നെ അവർക്ക് ക്യാമ്പുകൾ, അതായത് അവർക്ക് രക്ഷപ്പെടാനും അതുപോലെ പതിയിരിക്കാനുമുള്ള താവളങ്ങൾ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരുക്കി നൽകുന്നതായിട്ടുള്ള നടപടികൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഭീകരവാദികൾക്ക് കനത്ത സുരക്ഷയാണ് അവർ ഏർപ്പെടുത്തിയിട്ടുള്ളതും രാജ്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതാദ്യമായാണ് ഇത്തരത്തിൽ ഇങ്ങനെയൊരു സംഭവം.